ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന് നമ്മുടെ 41ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോർഡിനേഷൻ കൺജക്ഷനാണ്. ഫാൻ ബോയ്സിൽ അവസാനത്തെ അക്ഷരം എസ് ആണ്. എസ് വെച്ച് തുടങ്ങുന്നത് സോയാണ്. സോ അതുകൊണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. സംഭവിക്കാനുള്ള കാരണമാകുന്ന ഒരു വാചകവും അതിൻ്റെ ഫലം വരുന്ന വേറൊരു വാചകവും തമ്മിൽ കണക്ട് ചെയ്യാനാണ് സോ ഉപയോഗിക്കുന്നത്. സോ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ വാചകം കഴിഞ്ഞ് കോമ ഉപയോഗിക്കണം. അതിനുശേഷം സോ എഴുതിയതിനു ശേഷമാണ് രണ്ടാമത്തെ വാചകം വയ്ക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിലേക്ക് കടക്കാം. ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ടുക്ക് ആൻ അംബ്രല്ല. ഞാനൊരു കൊടയെടുത്തു. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. ഇറ്റ് വാസ് റെയിനിങ്, സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. ഇറ്റ് വാസ് റെയിനിങ് കഴിഞ്ഞിട്ടൊരു കോമ, സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കുടയെടുത്തു. ഇനി സോയും അതുപോലെ തന്നെ ബിക്കോസും ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കാം. സോ അതുകൊണ്ടെന്നാണ്, ബിക്കോസ് എന്ന് പറഞ്ഞാൽ അത് കാരണം. സോ എന്ന് പറയുമ്പോൾ ഫലമാണ്, അതിൻ്റെ എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്. അതുപോലെ തന്നെ ബിക്കോസ് ആകുമ്പോൾ കാരണമാണ് വരുന്നത്. നമുക്ക് അടുത്ത ഉദാഹരണം എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഇറ്റ് വാസ് റെയിനിങ്, സോ ഹി സ്റ്റേയ്ഡ് ഹോം. ഇറ്റ് വാസ് റെയിനിങ്, സോ ഹി സ്റ്റേയ്ഡ് ഹോം. മഴ പെയ്യുകയായിരുന്നു, അതുകൊണ്ട് അവൻ വീട്ടിൽ താമസിച്ചു. ഇറ്റ് വാസ് റെയിനിങ്, സോ ഹി സ്റ്റേയ്ഡ് ഹോം. ഇനി ബിക്കോസ് ആണ് വരുന്നതെങ്കിൽ ഹി സ്റ്റേയ്ഡ് ഹോം ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. അവൻ വീട്ടിൽ നിന്നു കാരണം മഴ പെയ്യുകയായിരുന്നു. സോ എന്നത് ബലത്തിൻ്റെ മുന്നിലാണ് ഉപയോഗിക്കുക, എന്നാൽ ബിക്കോസ് എന്നത് കാരണത്തിൻ്റെ മുന്നിലാണ് ഉപയോഗിക്കുക. ഇനി സോദാറ്റും സോയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോദാറ്റും സോയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, സോദാറ്റ് അങ്ങനെയാകാൻ വേണ്ടി, അങ്ങനെയാകാൻ വേണ്ടി, ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെയാകാൻ വേണ്ടി എന്നാണ്. ഐ വാസ് ടയേർഡ്, സോ ഐ സ്ലെപ്റ്റ്. ഞാൻ ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങി. I was slept so early so that I could wake up fresh. I slept early. ഞാൻ വളരെ നേരത്തെ ഉറങ്ങി. സോ അതുകൊണ്ട് എന്തെന്നാൽ I could wake up fresh. ഞാൻ വളരെ നേരത്തെ ഉറങ്ങി, അതുകൊണ്ടെന്നാൽ എനിക്ക് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റി. രാവിലെ എനിക്ക് നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ പറ്റി. ഇറ്റ് വാസ് വെരി ഹോട്ട്, സോ വി ടേൺ ഓൺ ദ AC. അത് വളരെ ചൂടുള്ളത് കൊണ്ട് ഞങ്ങൾ AC ഓൺ ചെയ്തു. വളരെ ചൂടുള്ളത് കൊണ്ട് ഞങ്ങൾ AC ഓൺ ചെയ്തു. The road was closed, so we took another route. റോഡ് അടച്ചതുകൊണ്ട് ഞങ്ങൾ വേറൊരു റൂട്ടിലൂടെ പോയി. റോഡ് അടച്ചതുകൊണ്ട് ഞങ്ങൾ വേറൊരു റൂട്ടിൽ പോയി. അതുകൊണ്ട് എന്നർത്ഥം വരുന്ന സോ വെച്ചിട്ട് 2-3 ഹോംവർക്ക് ചെയ്യുക. 2 വാചകങ്ങൾ ഉണ്ടായിരിക്കണം, അതിൻ്റെ നടുക്ക് സോ വരണം. കാരണങ്ങളുടെ കൂടെയല്ല, ബലത്തിൻ്റെ തൊട്ട് മുന്നാണ് സോ വരിക. അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ട് എനിക്ക് എല്ലാവരും അയച്ചു തരിക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.